എന്നാലും ഒരു ഏലത്തയ്യോ ചേച്ചി വെച്ചോ ഭയങ്കര അത്ഭുതം. ഇതെന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചേച്ചി? ഇത്രയും വന്നിട്ടില്ല അല്ലേ? അതെ അതെ, ഇത് ആ ഒരു പ്രകൃതിയിലല്ലല്ലോ. അതെ മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ അതെ, ശംഖുപുഷ്പം കണ്ടില്ലേ? ശംഖുപുഷ്പം ഉണ്ട്. കൃഷ്ണന് ഏറ്റവും ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം പൂക്കൾ ഇങ്ങനെ വരുമല്ലോ. ഏതാ ശംഖുപുഷ്പം? ശംഖുപുഷ്പം. ഓ, ഞാനതൊന്നും കണ്ടിട്ടില്ല ചേച്ചി. ഇത് അരളി ഫാമിലിയാണോ? അല്ല അല്ല, ശംഖുപുഷ്പം. കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ളത് ശംഖുപുഷ്പമാണ്. പുഷ്പങ്ങളില് ശംഖുപുഷ്പം, തുളസി, അതാണ് ആ പടർന്നിരിക്കുന്നത്. ഓ ഓക്കെ ഓക്കെ. ഞാൻ ഇതൊക്കെ സാഹിത്യത്തിൽ കേട്ടിട്ടേ ഉള്ളൂ. ശംഖുപുഷ്പം കണ്ണെഴുതി. ശംഖുപുഷ്പം ഇതൊക്കെ നാട്ടിൽ നിന്ന് അരി കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ച. പിന്നെ വർഷം തോറും ഇതിനെ ടേക്ക് കെയർ ചെയ്യുക, പുല്ല് പറിക്കുക. ഇത് നാട്ടിലെ ചന്ദ്രകാന്തി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓ, ഇത് വെണ്ടയല്ലേ വെച്ചിരിക്കുന്നത്? അല്ല, ഇത് വെണ്ടയല്ലല്ലോ. പൂവാണ്, മനസ്സിലായി. ശ്രീലങ്കൻ പൂവാ, ഇപ്പം വിളിർന്ന് നിന്നതാ. ഇപ്പൊ അത് ഇത് തുളസിയാ. ഇത് രണ്ടും തുളസി. ഇവിടെ രണ്ട് മൂന്ന് ഇതിനൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ഇതുങ്ങളെയും ടേക്ക് കെയർ ചെയ്യുക. ഇതേത് പോവാ ചേച്ചി? പേരുണ്ട്. എനിക്ക് നാട്ടിൽ നിന്ന് അരി കൊണ്ടുവന്നതാ കേട്ടോ. ആണല്ലേ? അതാ വെള്ള ചെമ്പരത്തി വെളി മുമ്പിൽ കണ്ടത്. ഞാൻ അത്ഭുതം ആദ്യമായിട്ടാ ചേച്ചി. ഞാനും ഇവിടെ വിളിക്കൊരു തൈ ഇങ്ങനെ ഞാൻ വെളിയിൽ നിന്ന് വായിച്ചു നിന്നു. ഏതാണ്ട് കളയാണെന്ന് വിളിച്ച് കള. പിന്നെ ഒരു പൂവ്. അപ്പോൾ പിന്നെ അതിങ്ങനെ വരച്ച് നട്ട് മാറ്റി വെക്കുന്നതാണ് കേട്ടോ. ഇത് ഏതാണ്ട് ഒരു ശ്രീലങ്കൻ ചെടിയാണ്. രാവിലെ കാണാൻ നല്ല രസമാണ്. പാക്കറ്റിൽ അരി മേടിച്ചിട്ട് കിളിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു രണ്ടാഴ്ചയോടെ കഴിയുമ്പോൾ ഒരുപാടും പോകും. ഇങ്ങനെയൊക്കെ പോകും. ഓ ഓക്കെ ഓക്കെ. കഴിഞ്ഞാണ്ടത്തെ ഓമയാ ചട്ടി. അളവെന്നാ ഇന്ന് മുളക് പറിച്ചെടുത്തത്. ഓ, ഇതെല്ലാം ചേച്ചി കടയിലെങ്ങാനും കൊടുക്കോ? ഇല്ല, കൂട്ടുകാർക്കൊക്കെ അത്രേ ഉള്ളൂ. അതാ വെള്ളച്ചെമ്പരത്തി കണ്ടോ? ഓക്കെ ഓക്കെ. തന്നെ വിളിച്ചു വന്നതാ ഇവിടെ കേട്ടോ. എവിടുന്ന് വന്നു താങ്കളൊന്ന് ചിന്തിച്ചേ. ഇത് ചെമ്പരത്തി, വെള്ളച്ചെമ്പരത്തി ഇങ്ങനെയാണ്? അതിന്റെ അടുത്തോട്ട് പോയി മൈ ഗോഡ്. ചെമ്പരത്തിയുടെ ചെത്ത്. ഇത് ചെമ്പരത്തിയുടെ ഫാമിലിയിലുള്ളതായിരിക്കും. ഇങ്ങനാണോ ചെമ്പരത്തിയുടെ ഇല ഇരിക്കുന്നത്? പക്ഷെ പൂ സെയിം ആ ചെമ്പരത്തി പൂ തന്നെ. പൂ ചെമ്പരത്തിയുടെ പാവലുണ്ട്. അതാ അത് നാളെ 3 പാവം ആദ്യം ഉണ്ടായി ഞാൻ വിത്തിനിട്ടിരിക്കുക. പിന്നെ ആവശ്യത്തിന് ഒരു കപ്പ കൂടെ ഉണ്ടല്ലേ? എന്നാലും ചേച്ചി ഇറങ്ങി ചെയ്യുന്നല്ലോ. അതെ, കൈമല്ല ഭയങ്കര പെയിനായി. അതെ, രാത്രിയിലൊക്കെ ഉറക്കമില്ലായ്മ വരുന്നുണ്ടോ? പിന്നെ ഉറങ്ങത്തില്ല. ആണല്ലേ? എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടോ ചേച്ചി? ഇത് നാട്ടിലെ തൊമരയാണോ ചേച്ചി? ഇതിന്റെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണോ? ബീൻസായിട്ട്? അല്ല, ബീൻസായിട്ട് വല്ലതും കറി വെക്കാൻ പറ്റുമോ? അറിയില്ല. ചെമ്പകം, അശോകമരം. ഈ ഇല എന്തുവാ ഇത്? അയ്യോ, അത് നമ്മുടെ മഞ്ഞളല്ലേ? ഏലം. ഓ, ഇത് ഇലച്ചിയുടെ ഇതാണോ? ഏലക്കായ. ഓ, ഏലക്ക. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? ഇത് നിങ്ങളുടെ പള്ളിയിൽ പണ്ട് വന്നുകൊണ്ടിരുന്ന പണിക്കമുറി എന്ന് പറയുന്നത്. പണിക്കമുറിയല്ലേ? പണിക്കമുറി പണ്ട് കാലത്ത്. പണിക്കമുറിയിൽ ഞാനും വലിയ കൂട്ടായിരുന്നു. അന്നേരം തന്നെയാണ്. ചേച്ചി ഇതിലോട്ടെ സ്മെല്ലുണ്ട് കേട്ടോ. ഏലക്കായുടെ സ്മെല്ലുണ്ട്. ചായ കൊണ്ടാക്കാം. അത് നട്ടുവച്ച് വെക്കാൻ പറയാം. ഓക്കെ ഓക്കെ. ചേച്ചി ഇല്ലാത്ത ബലം എടുത്ത് അത് പറിച്ചെടുത്ത്. അയ്യോ, താങ്ക് യു സോ മച്ച്. ഫ്രണ്ടിലെ പൂവായില്ല. ഫ്രണ്ടിലെ പ്ലോട്ടോ നയിച്ചതും ഇനിയുള്ള കാലം നയിക്കാൻ പോകുന്നു. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ സഹോദരന്മാരോടും നമ്മൾ ദൈവവിശ്വാസത്തോടുകൂടി മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. മരണം മരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. അവനവനെ കഴിയുന്ന സത്കർമ്മങ്ങൾ ചെയ്യുക, നല്ല മനുഷ്യരെ സ്നേഹിക്കുക, സ്നേഹം, സമത്വം, സാഹോദര്യം, സത്യം, സേവനം, ഈ 5 കാര്യങ്ങളായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. എവിടെ നമ്മൾ പോയാലും അത് മുൻനിർത്തി പ്രവർത്തിക്കുക. ജീവിതം ഒരിക്കലും ഒരു ഫെയിലിയർ ആകത്തില്ല.
ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല. ശനി അദ്ദേഹം ഇപ്പം ഇങ്ങോട്ട് വന്നു, അന്നേരം ഓർമ്മയിൽ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ആൻറ്റി. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. എൻ്റെ ഇളയ മകന് എൻ്റെ വാട്സപ്പ് എനിക്കില്ല, അത് വർക്ക് ചെയ്യുന്നില്ല, ശരിയാക്കണം. അന്നേരം അങ്ങനെ അപ്പോൾ പിന്നെ രാത്രി ഞാൻ ഇവിടുത്തെ 11:30 അവളെ വിളിച്ച് സംസാരിച്ചു, റോസമ്മേ. പിന്നെ വേറെ അബുദാബിയിലൊരു അന്നമ്മ ചാണ്ടി ഉണ്ട്, കുമ്പനാട്ടുകാരത്തി. ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ കുറേ നേരം, എത്രയോ വർഷം മുമ്പ് പാറ്റ്ന മെഡിക്കൽ കോളേജ്, അതാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. ചേച്ചി ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ചേച്ചിയെ വിളിച്ചോ? വിളിച്ചല്ലോ, മിനിഞ്ഞാന്ന് ഡോക്ടർ വിളിച്ചോ? ഇല്ല വിളിച്ചില്ല. ഇനിയും വിളിച്ചോന്ന് അറിയത്തില്ല. പേര് കണ്ടില്ലെങ്കിൽ ഞാൻ ഡോക്ടറിന്റെ ഫോൺ നമ്പർ എന്താ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇല്ല, ഡോക്ടർ ഫോൺ നമ്പർ തന്നില്ല. ഇല്ല, കാര്യം ഇവിടെ ഫോൺ ഒരുപാട് 47, 50 ഒക്കെ ഫോൺ ഇങ്ങനെ വരും. അപ്പം ഇന്നലെ ഞാൻ ഒരു കൊച്ചു വിളിച്ചേച്ച് പറഞ്ഞു, ആ കൊച്ചാരാണോ ഇവിടെ ഉള്ളത്, അമ്മിനിന്നാ അതിന്റെ പേര്. എൻ്റെ ഹസ്ബൻഡിന്റെ, മരിച്ചുപോയ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മകള് ഈ വിളിച്ച കൊച്ചിന്റെ അമ്മായി ആയിട്ട് വരും. ഇവിടെയുള്ള കൊച്ച മിനിന്നാ പേര്. സിന്ധു. അന്നേരം എന്നോട് പറഞ്ഞു, ചേച്ചി ആ ഫോൺ എടുക്കേണ്ടതാണോ? ഇങ്ങനെ വരുമെന്ന് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയില്ല. അങ്ങനെ പോയി 10 മിനിറ്റ് ഇരുന്ന് നോക്കാം. ചിലപ്പോൾ പേര് കാണിച്ചില്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല. നമ്മുടെ നല്ലെന്ന് വരും കേട്ടോ. മനസ്സിലായി ചേച്ചി, അത് പോയി. അത് ചേച്ചി ആ ഫോണിൽ കൊണ്ടുവരാം. എന്നാൽ